അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദം നബി അലൈഹിസ്സലാം മനുഷ്യവർഗത്തിൻ്റെ പിതാവ്. ആദ്യമനുഷ്യനെ അല്ലാഹു സൃഷ്ടിച്ചു. മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത്. ഇന്നും മനുഷ്യപുത്രന്മാർ പിതാവിൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ചോർത്ത് അമ്പരന്ന് നിൽക്കുകയാണ്. അല്ലാഹുവിൻ്റെ സൃഷ്ടിവൈഭവം ആ മനുഷ്യനെ ഖലീഫ എന്ന് വിളിച്ചത് സൃഷ്ടാവ് തന്നെ. ഞാൻ ഭൂമിയിൽ ഖലീഫയെ നിയോഗിക്കാൻ പോകുന്നു, മലക്കുകളുടെ മഹാസമൂഹത്തോട് അല്ലാഹു തആല പ്രസ്താവിച്ചു. വല്ലാത്തൊരു അമ്പരപ്പോടെയാണവർ അത് കേട്ടത്. ഭൂമിയിൽ നേരത്തെ നിലനിന്നിരുന്ന ഒരു വർഗത്തെക്കുറിച്ചവർ പെട്ടെന്ന് ഓർത്തുപോയി. ഭൂമിയിൽ തിങ്ങി നിറഞ്ഞ വർഗവും കാമവും ക്രോധവും അവരെ വഴിപിഴപ്പിച്ചു. അക്രമാസക്തരായി ശാന്തമായ ഭൂമി കലാപമംഗലമാക്കി രക്തം ചാലിട്ടൊഴുക്കി അല്ലാഹു ആ വർഗത്തെ നശിപ്പിച്ചു കളഞ്ഞു. അപ്പോൾ എല്ലാം ശാന്തമായി. ഭൂമി സസ്യലതാദികളാൽ മനോഹരമായി തീർന്നു. അങ്ങനെ കാലം കടന്നുപോയി. ഇപ്പോഴിതാ അല്ലാഹു ഖലീഫയെക്കുറിച്ച് പ്രസ്താവിച്ചിരിക്കുന്നു. മലക്കുകളുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: ഭൂമിയിൽ കലാപമുണ്ടാക്കുകയും രക്തം ചിന്തുകയും ചെയ്യുന്ന ഒരു വിഭാഗത്തെ എന്തിനു സൃഷ്ടിക്കുന്നു? നിന്നെ വാഴ്ത്താനും സ്തുതികീർത്തനങ്ങൾ നടത്താനും മലക്കുകൾ ആയ ഞങ്ങൾ ഉണ്ടല്ലോ. അല്ലാഹു അവർക്ക് നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു: നിങ്ങൾക്കറിയാത്തത് എനിക്കറിയാം. അതെ, എല്ലാം അറിയുന്നത് അല്ലാഹുവിനു മാത്രം. മലക്കുകൾ അറിയുന്നത് അവർക്ക് അറിയിച്ചു കൊടുത്ത കാര്യങ്ങൾ മാത്രം. അതിനപ്പുറം അറിവുകളുടെ സാഗരങ്ങൾ തന്നെയുണ്ട്. അറിവുകളുടെ സാഗര സൂക്ഷിപ്പുകാരൻ അല്ലാഹു തന്നെ. ആ സാഗരങ്ങളുടെ ആഴവും പരപ്പും അറിയുന്നവൻ അല്ലാഹു മാത്രം. പടപ്പുകൾ അറിയുന്നത് പരിമിതമായ അളവിൽ മാത്രം. ഒരു കാര്യം തീരുമാനിക്കുമ്പോൾ കൂടിയാലോചന ആവശ്യമാണ്. മറ്റുള്ളവർ എന്ത് പറയുന്നു എന്ന് കേൾക്കാമല്ലോ. ഇങ്ങനെ ഒരു പാഠം കൂടി മനുഷ്യർ ഈ സംഭവത്തിൽ നിന്ന് പഠിക്കേണ്ടതുണ്ട്. അല്ലാഹു മലക്കുകളുമായി കൂടിയാലോചന നടത്തുന്നു, വിഷയം അവതരിപ്പിക്കുന്നു, മലക്കുകൾ പ്രതികരിക്കുന്നു, അല്ലാഹു മറുപടി പറയുന്നു. സൂറത്തുൽ ബഖറയിലെ ഈ രംഗം അവതരിപ്പിക്കുന്നത് നമുക്ക് കാണാം. وَإِذْ قَالَ رَبُّكَ لِلْمَلَائِكَةِ إِنِّي جَاعِلٌ فِي الْأَرْضِ خَلِيفَةً قَالُوا أَتَجْعَلُ فِيهَا مَن يُفْسِدُ فِيهَا وَيَسْفِكُ الدِّمَاءَ وَنَحْنُ نُسَبِّحُ بِحَمْدِكَ وَنُقَدِّسُ لَكَ قَالَ إِنِّي أَعْلَمُ مَا لَا تَعْلَمُونَ. നിന്റെ നാഥൻ മലക്കുകളോട് പറഞ്ഞ സന്ദർഭം: ഭൂമിയിൽ ഞാനൊരു പ്രതിനിധിയെ നിയോഗിക്കുകയാണ്. അവരന്വേഷിച്ചു: ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും ചോര ചിന്തുകയും ചെയ്യുന്നവരെയാണോ നീ നിയോഗിക്കുന്നത്? ഞങ്ങളോ നിന്റെ മഹത്വം കീർത്തിക്കുന്നു, നിന്റെ വിശുദ്ധി വാഴ്ത്തുകയും ചെയ്യുന്നു. അല്ലാഹു പറഞ്ഞു: നിങ്ങളറിയാത്തത് ഞാൻ അറിയുന്നു. മലക്കുകൾ അല്ലാഹുവിൻ്റെ ചലനം കേട്ട് മൗനം പാലിച്ചു. ഖലീഫ വരും എന്ന കാര്യം ഉറപ്പായി. ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും വിശുദ്ധ ഖുർആൻ അഭിസംബോധന ചെയ്യുന്നുണ്ട്. സൂറത്തുർ റഹ്മാനിൽ ഇങ്ങനെ കാണാം: സനഫ്റുഗു ലക്കും അയ്യുഹസ് സഖലാൻ. ഭൂമിക്ക് ഭാരമായ ജിന്നുകളെ, മനുഷ്യരെ, നിങ്ങളുടെ വിചാരണക്കായി നാം ഒഴിഞ്ഞു വരുന്നുണ്ട്. അന്ത്യനാളിൽ മനുഷ്യരെല്ലാം വിചാരണ ചെയ്യപ്പെടും. അതുപോലെ ജിന്നുകളും വിചാരണ ചെയ്യപ്പെടും. മനുഷ്യർ ഭൂമിയിലെത്തുന്നതിൻ്റെ എത്രയോ കാലം മുമ്പ് ജിന്നുകൾ ഭൂമിയിലുണ്ടായിരുന്നു. പിൽക്കാലത്ത് കലഹങ്ങളും യുദ്ധങ്ങളും സജീവമായി നടന്നു. അല്ലാഹുവിൻ്റെ കോപത്തിന് വിധേയരായി ഒരു കൊടുങ്കാറ്റ് മൂലം അവർ നശിച്ചു. ഒരു ശിശു ഒഴികെ എല്ലാവരും നശിച്ചുപോയി. ഈ ശിശു പിൽക്കാലത്ത് ഇബ്ലീസായി തീർന്ന് വന്ന് കാണുന്നു. ജിന്നുകൾക്കു ശേഷം ഭിന്നുകൾ എന്നൊരു വർഗം ഭൂമിയിൽ താമസിച്ചു. ഇവരും അക്രമകാരികളായിരുന്നു. ഇവരും നശിപ്പിക്കപ്പെട്ടു. പിൽക്കാലത്ത് ജിന്നുകൾ സജീവമായി. വിശുദ്ധ ഖുർആനിൽ ജിന്നുകളുടെ പേരിൽ ഒരു അധ്യായം തന്നെയുണ്ട്. 72-ാം അധ്യായം, സൂറത്തുൽ ജിൻ. ഒരു കൂട്ടം ജിന്നുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് വിശുദ്ധ ഖുർആൻ കേൾക്കുകയുണ്ടായി. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് വിശ്വസിച്ച് തങ്ങളുടെ ജനതയെ അവർ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. ജിന്നുകൾ വിശുദ്ധ ഖുർആൻ പാരായണം കേട്ട കാര്യം അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹീ മൂലം അറിയിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഇക്കാര്യം പറഞ്ഞുകൊണ്ടാണ് സൂറത്തുൽ ജിൻ ആരംഭിക്കുന്നത്. ഖുൽ ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറും മിനൽ ജിൻ ഫഖാലൂ ഇന്നാ സമിഅനാ ഖുർആനൻ അജബ. പറയുക, ജിന്നുകളിൽ കുറേ പേർ ഖുർആൻ കേട്ടുവെന്ന് എനിക്ക് ദിവ്യബോധം ലഭിച്ചിരിക്കുന്നു. അങ്ങനെ അവർ പറഞ്ഞു: വിസ്മയകരമായൊരു ഖുർആൻ ഞങ്ങൾ കേട്ടിരിക്കുന്നു. അത് നേർവഴിയിലേക്ക് നയിക്കുന്നു. അതിനാൽ ഞങ്ങളതിൽ വിശ്വസിച്ചിരിക്കുന്നു. ഞങ്ങൾ ഞങ്ങളുടെ നാഥനിൽ ആരെയും പങ്കുചേർക്കുകയില്ല. മനുഷ്യാവസത്തിന്
വളരെ മുമ്പ് തന്നെ ജിന്നുകൾ ഭൂമിയിലുണ്ടായിരുന്നു. മനുഷ്യവാസത്തിനു ശേഷവും അവരുടെ സാന്നിധ്യം ഇവിടെയുണ്ട്. ഇബ്ലീസ്. ആദം നബി അലൈഹിസ്സലാം അവരുടെ ചരിത്രം പറയുമ്പോൾ ശപിക്കപ്പെട്ട ഇബ്ലീസിനെ പറ്റിയും ധാരാളം പറയേണ്ടി വരും. മനുഷ്യവർഗത്തിൻ്റെ പിതാവ് ആദം നബി അലൈഹിസ്സലാം ആകുന്നു. ജിന്നുവർഗത്തിൻ്റെ പിതാവ് ഇബ്ലീസ് ആകുന്നു. ആദം നബി അലൈഹിസ്സലാമിൻ്റെ കൂടെ ഇബ്ലീസ് ഉണ്ടായിരുന്നു. ആദം നബി അലൈഹിസ്സലാമിൻ്റെ സന്താന പരമ്പരയാണ് മനുഷ്യവർഗം. ഓരോ മനുഷ്യപുത്രൻ്റെയും കൂടെ ഇബ്ലീസ് ഉണ്ട്. ആ വർഗത്തിൽ പ്രത്യക്ഷ ശത്രുവാണവൻ. അള്ളാഹു ആദരിച്ചവരെ ആദരിക്കണം. ആദം നബി അലൈഹിസ്സലാമിനെ ഇബ്ലീസ് ആദരിച്ചില്ല. അത് കാരണം അള്ളാഹു അവനെ ശപിച്ചു, ഇറങ്ങിപ്പോവാൻ കൽപ്പിച്ചു. നിന്ദ്യനും നിസ്സാരനുമായി ഇറങ്ങിപ്പോവാൻ കൽപ്പിച്ചു. അപ്പോഴും അവൻ പശ്ചാത്തപിച്ചില്ല. ആദമിനോടുള്ള കോപവും അസൂയയും മനസ്സിൽ നിറഞ്ഞു. ആദം സന്തതികളെ വഴിപിഴപ്പിക്കും, അതാണ് എൻ്റെ ജീവിത ലക്ഷ്യം. ഖിയാമത്ത് നാളിൽ ഒന്നാമത്തെ കാഹളത്തിൽ ഊതപ്പെടും. അപ്പോൾ എല്ലാ ജീവജാലങ്ങളും നശിക്കും. അക്കാലം വരെ തൻ്റെ ആയുസ്സ് നീട്ടിത്തരണമെന്ന് ഇബ്ലീസ് ആവശ്യപ്പെട്ടു. ആ ആവശ്യം അള്ളാഹു അംഗീകരിച്ചു കൊടുത്തു. മനുഷ്യ ശരീരത്തിനകത്തും പുറത്തും ഇബ്ലീസ് സഞ്ചരിക്കും, മനുഷ്യനെ വഴിപിഴപ്പിക്കും. സൂറത്തുൽ അറാഫിൽ ഇങ്ങനെ കാണാം. അള്ളാഹു പറയുന്നു, എന്നാൽ ഇതിൽ നിന്ന് നീ ഇറങ്ങിപ്പോവുക. കാരണം ഇതിൽ വെച്ച് അഹംഭാവം നടിക്കുവാൻ നിനക്ക് പാടില്ല. പുറത്തു പോവുക, നീ നിസ്സാരന്മാരിൽ പെട്ടവനാകുന്നു. സ്വർഗത്തിൽ നിന്ന് പുറത്തു പോവുക, ആകാശത്തിൽ നിന്ന് പുറത്ത് പോവുക, മലക്കുകളുടെ കൂട്ടത്തിൽ നിന്ന് പുറത്തു പോവുക. എല്ലാ പദവികളും നഷ്ടപ്പെട്ടു, നിസ്സാരനായി നിന്ദ്യനായി എല്ലാം നഷ്ടപ്പെട്ടപ്പോഴും പ്രതികാര ചിന്തയാണ് ഇബ്ലീസിൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നത്. പശ്ചാത്താപമില്ല. സൂറത്തുൽ അറാഫിൽ ഇങ്ങനെ കാണാം. ഇബ്ലീസ് പറഞ്ഞു, മനുഷ്യർ എഴുന്നേൽക്കപ്പെടുന്ന ദിവസം വരെ എനിക്ക് നീ ഒഴിവ് നൽകണമേ. അള്ളാഹു പറഞ്ഞു, നിശ്ചയമായും നീ ഒഴിവ് നൽകപ്പെട്ടവരിൽ പെട്ടവനാകുന്നു. പുനരുദ്ധാരണ ദിവസം വരെ ആയുസ് നീട്ടിക്കൊടുക്കാൻ ഇബ്ലീസ് ആവശ്യപ്പെട്ടു. കാഹളത്തിലെ 1 മുതൽ വരെ അവൻ്റെ ആയുസ് നീട്ടിക്കൊടുത്തു. മനുഷ്യൻ്റെ മുമ്പിലുള്ള ഒരു പ്രതികൂല ശക്തിയാണ് ഇബ്ലീസ്. ആത്മീയതയിലേക്കുള്ള മനുഷ്യ മുന്നേറ്റത്തിൻ്റെ തടസ്സമാണ് ഇബ്ലീസും ശൈത്വാന്മാരും. അവരെ സമരം ചെയ്ത് തോൽപ്പിച്ച് മുന്നേറണം. അപ്പോഴാണ് വിജയത്തിൻ്റെ മധുരം അനുഭവിക്കുക. ഇബ്ലീസ് ജിന്നുകളുടെ പിതാവല്ല എന്ന അഭിപ്രായവും നിലവിലുണ്ട്. ജിന്നുകളുടെ പിതാവിൻ്റെ പേര് ജാദ് എന്നാണത്രേ. ജാനിൻ്റെ പുത്രന്മാരിൽ ഒരാളാണത്രേ ഇബ്ലീസ്. ഒരു ജിന്ന് സ്ത്രീയെ ഇബ്ലീസ് വിവാഹം ചെയ്തു. ഇതിലുണ്ടായ മക്കളെ ശൈത്വാന്മാർ എന്ന് വിളിക്കുന്നു. ആ നിലക്ക് ശൈത്വാന്മാരുടെ പിതാവാണ് ഇബ്ലീസ് എന്ന് പറയാം. ഇബ്ലീസ് അള്ളാഹുവിനോട് പറഞ്ഞു, ആദം കാരണം ഞാൻ നാശത്തിലായി, എൻ്റെ സ്ഥാനങ്ങളെല്ലാം നഷ്ടപ്പെട്ടു, ഞാൻ വഴികേടിലായി. ആദമിൻ്റെ സന്താന പരമ്പരയെ ഞാൻ വഴികേടിലാക്കും. അവർ സഞ്ചരിക്കുന്ന വഴികളിലെല്ലാം ഞാൻ അവരെ കാത്തിരിക്കും. അവരുടെ മനസ്സിൽ ഞാൻ ദുഷിച്ച ചിന്തകൾ നിറക്കും. തെറ്റുകൾ ചെയ്യാൻ ഞാൻ അവരെ പ്രേരിപ്പിക്കും. നീചകാര്യങ്ങൾ ഭംഗിയായി തോന്നിപ്പിക്കും. മനുഷ്യവർഗത്തിൽ ബഹുഭൂരിഭാഗത്തെയും ഞാൻ വഴികേടിലാക്കുക തന്നെ ചെയ്യും. സൂറത്തുൽ അറാഫിൽ ഇങ്ങനെ കാണാം. ഇബ്ലീസ് പറഞ്ഞു, എന്നാൽ നീ എന്നെ വഴിപിഴവിൽ ആക്കിയിരിക്കയാൽ തീർച്ചയായും നിന്റെ ചൊവ്വായ പാതയിൽ ഞാൻ അവർക്കായി കാത്തിരിക്കുക തന്നെ ചെയ്യും. ധിക്കാരത്തിൻ്റെ ഭാഷയിൽ ഇബ്ലീസ് തുടർന്നു, മനുഷ്യരുടെ മുമ്പിലൂടെയും പിന്നിലൂടെയും ഞാൻ വരും. അവരുടെ ഇടത് ഭാഗത്തിലൂടെയും വലത് ഭാഗത്തുകൂടെയും ഞാൻ വരും. ഞാൻ പറയുന്നവർ കേൾക്കും, അനുസരിക്കും. അവരിലധിക പേരും നിനക്ക് നന്ദി കാണിക്കില്ല. നന്ദി കെട്ടവരായി നിനക്കവരെ കാണാം. മനുഷ്യരെ വഴിപിഴപ്പിക്കാൻ കഴിയുന്ന കാര്യത്തിൽ അവന് നല്ല വിശ്വാസമുണ്ട്. വിശുദ്ധ ഖുർആൻ പറയുന്നു, അവരുടെ മുമ്പിലൂടെയും അവരുടെ പിന്നിലൂടെയും അവരുടെ വലത് ഭാഗത്തു നിന്നും ഇടത് ഭാഗത്തു നിന്നും ഞാൻ അവരുടെ സമീപം ചെല്ലുക തന്നെ ചെയ്യും. അവരിലധിക പേരെയും നന്ദി കാണിക്കുന്നവരായി നീ കണ്ടെത്തുന്നതുമില്ല. അള്ളാഹുവിനോടാണ് ഈ വിരോധം മുഴക്കിയത്. ഏത് ഹീനമാർഗം ഉപയോഗിച്ച് മനുഷ്യരെ വഞ്ചിക്കുമെന്നാണ് ഇബ്ലീസ് വാദിച്ചത്. സൂറത്തുൽ ഹിജറിലെ വചനങ്ങൾ നോക്കാം. അള്ളാഹു പറഞ്ഞു, എന്നാൽ നീ ഇവിടെ നിന്ന് പുറത്തു പോവുക, നിശ്ചയമായും നീ ആട്ടപ്പെട്ടവനാകുന്നു. നിശ്ചയമായും നിന്റെ മേൽ പ്രതിഫല നടപടിയുടെ ദിവസം വരെ ശാപമുണ്ടായിരിക്കും. ഇബ്ലീസ് പറഞ്ഞു, എൻ്റെ റബ്ബേ, എന്നാൽ മനുഷ്യർ എഴുന്നേൽക്കപ്പെടുന്ന പുനരുദ്ധാന ദിവസം വരെ നീ എനിക്ക് താമസം നൽകണമേ. അള്ളാഹു പറഞ്ഞു, എന്നാൽ നീ താമസം നൽകപ്പെട്ടവരിൽ പെട്ടവൻ തന്നെ, അറിയപ്പെട്ട നിശ്ചിത സമയത്തിൻ്റെ ദിവസം വരെ. അന്ത്യനാൾ വരെ ഇബ്ലീസിന് സമയം നീട്ടിക്കൊടുത്തു. പുനരുദ്ധാരണം വരെ കിട്ടിയില്ല. അന്ത്യനാൾ വരെയുള്ളവരെ വഴിപിഴപ്പിക്കാൻ ശ്രമിക്കാം. വിശുദ്ധ ഖുർആൻ പറയുന്നു, ഇബ്ലീസ് പറഞ്ഞു, എൻ്റെ റബ്ബേ, നീ എന്നെ വഴികേടിലാക്കിയതിനാൽ തീർച്ചയായും ഭൂമിയിൽ അവർക്ക് ഞാൻ പാപങ്ങളെ ഭംഗിയാക്കി കാണിക്കുകയും അവരെ മുഴുവൻ ഞാൻ വഴികേടിലാക്കുകയും തന്നെ ചെയ്യും. എല്ലാവരും വഴികേടിലാക്കുമെന്ന് ഇബ്ലീസ് പറഞ്ഞു. പിന്നെ അവൻ ഇങ്ങനെ തിരുത്തി, നിന്റെ നിഷ്കളങ്കരായ അടിയാന്മാരെ ഒഴികെ സർവ്വകാര്യങ്ങളും അള്ളാഹുവിൽ ബരമേൽപ്പിച്ച സത്യവിശ്വാസികളുടെ ഒരു സംഘം ഭൂമിയിലുണ്ടാവും. അവരെ വഴിപിഴപ്പിക്കാൻ കഴിയില്ല. അവരുടെ മുമ്പിൽ ഇബ്ലീസ് വിജയിക്കില്ല. വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ കാണാം. ഇബ്ലീസ് പറഞ്ഞു, അവരിൽ നിന്നുള്ള നിന്റെ നിഷ്കളങ്കരാക്കപ്പെട്ട അടിമകൾ ഒഴികെ
അള്ളാഹു പറഞ്ഞു, ഇത് എൻ്റെ മേൽ ബാധ്യസ്ഥമായ ചൊവ്വായ മാർഗമാണ്. എൻ്റെ നിഷ്കളങ്കരായ അടിമകളെ നിനക്ക് വഴിപിഴപ്പിക്കാനാവില്ല. അവരെ ഞാൻ കാത്തുരക്ഷിക്കും, അതെൻ്റെ ബാധ്യതയാണ്. അള്ളാഹു വീണ്ടും പറയുന്നു, അള്ളാഹു പറഞ്ഞു, തീർച്ചയായും എൻ്റെ അടിമകൾ, അവരുടെ മേൽ നിനക്ക് യാതൊരു അധികാരശക്തിയുമില്ല, നിന്നെ പിൻപറ്റുന്ന വഴികെട്ടവരൊഴികെ. ഇബ്ലീസിനും അവനെ പിൻപറ്റുന്നവർക്കും പരലോകത്ത് താമസിക്കാനുള്ള ഭവനം ഏത്? ജഹന്നം എന്ന നരകം. വിശുദ്ധ ഖുർആൻ പറയുന്നു, നിശ്ചയമായും ജഹന്നം അവരുടെ മുഴുവൻ വാഗ്ദത്ത സ്ഥാനമാകുന്നു. ഇബ്ലീസിൻ്റെ പ്രേരണ കൊണ്ട് മനുഷ്യർ പലതരം പാപങ്ങൾ ചെയ്യും. എല്ലാ പാപവും ഒരുപോലെയല്ല. ചിലർ മനുഷ്യരെ വധിക്കും, അത് കൊടും പാപമാണ്. അള്ളാഹുവിൽ പങ്കാരെ കൽപ്പിക്കും, അത് ശിർക്കാണ്. വൻപാപം, അഹങ്കാരം, അസൂയ, നുണ പറയൽ, എല്ലാ തെറ്റുകളും തന്നെ. പാപത്തിൻ്റെ കടുപ്പമനുസരിച്ച് പലതരം ശിക്ഷകൾ നൽകും. പല നരകങ്ങൾ, അതിലേക്ക് പല വാതിലുകളുമുണ്ട്. വിശുദ്ധ ഖുർആൻ വചനത്തിൽ 7 നരകവാതിലുകളെക്കുറിച്ച് പരാമർശിക്കുന്നത് നോക്കൂ. നരകത്തിന് 7 വാതിലുകളുണ്ട്. ഓരോ വാതിലിനും അവരിൽ നിന്ന് വിഹിതം വെക്കപ്പെട്ട ഓരോ ഭാഗം ആളുകൾ ഉണ്ടായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്ലീസിനെ ശർറിനെ തൊട്ട് കാത്തുരക്ഷിക്കുമാറാവട്ടെ, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.